ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ട് എങ്ങോട്ടാണെന്നറിയോ? ഇന്ന് എൻ്റെ ലാസ്റ്റ് വിസ എക്സ്റ്റൻഷൻ ചെയ്യാൻ പോകുന്ന ദിവസമാണ് കേട്ടോ. ഇനി എനിക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒമാനിലേക്ക് പോവുകയാണ് ഞാനിന്ന്. അപ്പോൾ രാവിലെ 5:45 തന്നെ എഴുന്നേറ്റ് റെഡിയായി ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ ഇറങ്ങി. അപ്പോൾ ട്രാവൽ ഏജൻസിക്കാരൻ പറഞ്ഞതുപോലെ 6:45 ലൊക്കേഷൻ എത്തിയാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ റെഡി ആവുന്നത്. നടന്നു പോകാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പതുക്കെ നടന്നു പോയി. പിന്നെ ടൈമും ഉണ്ടായിരുന്നല്ലോ. അവർ പറഞ്ഞതിനെക്കാട്ടിലും അരമണിക്കൂർ മുമ്പ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയിരുന്നെങ്കിലും സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ 6:45 ഞാൻ ലൊക്കേഷനിലെത്തി. അപ്പോൾ അവിടെ വേറെയും ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പേരുകളൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പേര് വിളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് വണ്ടിയിലേക്ക് കയറണം. അങ്ങനെ ഓരോരുത്തരുടെയും പേര് വിളിച്ച്, പക്ഷേ ലാസ്റ്റ് ഞാൻ മാത്രമായി, എൻ്റെ പേര് മാത്രം വിളിച്ചില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ പാസ്പോർട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആർക്കോ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ എൻ്റെ ട്രാവൽസുകാരനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ട്രാവൽസുകാരൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വെയിലത്ത് കുറേ നേരം നിന്നു കേട്ടോ. അപ്പോൾ അയാൾക്കൊരു കോള് വന്നു. അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവരുടെ ഏജൻസിയിലെ പാസഞ്ചർ അല്ല, എൻ്റെ ടിക്കറ്റ് നോക്കിയിട്ട് അവർ പറഞ്ഞ് നിങ്ങളുടെ ഏജൻസി വേറെ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ അവരുടെ ഏജൻസിയിലുള്ള ആൾക്കാരുടെ പേരെയും വിളിച്ച് വണ്ടിയിൽ കയറ്റി ഞാൻ എൻ്റെ ട്രാവൽസുകാരനെ വിളിച്ച്. അപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലായത്. എനിക്ക് പറഞ്ഞു തന്ന ടൈമും ലൊക്കേഷനൊക്കെ തെറ്റായിരുന്നു. ശരിക്കുള്ള ബസ് 6:30 തന്നെ വേറെ ലൊക്കേഷനിൽ നിന്ന് പോയിന്ന്. ഇപ്പോൾ സമയം 7:15 7:30 ആവാറായി. ഞാൻ പോയത് ബാങ്കിൻ്റെ മുന്നിലേക്കാണ് പോയത്. പക്ഷെ എൻ്റെ ശരിക്കുള്ള ബസ് പള്ളീൻ്റെ മുന്നിൽ നിന്നായിരുന്നു ലൊക്കേഷൻ. അപ്പോൾ എനിക്ക് ട്രാവൽസുകാരൻ തന്ന ടൈം 6:45, അതായത് 7 മണിക്കാണ് ബസ്. 6:45 അവിടെ എത്തണം എന്നുള്ള പോലെ അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളാണ്. പക്ഷെ തെറ്റായ വിവരം കാരണം എനിക്ക് ബസ് മിസ്സായിപ്പോയി. സത്യത്തിൽ ആ സമയത്ത് വല്ലാത്ത ദേഷ്യവും നിരാശയൊക്കെ തോന്നി. ഇത്ര നേരത്തെ എണീറ്റ് എല്ലാം റെഡിയായി വന്നിട്ട് ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കാരണം നമ്മുടെ അന്നത്തെ ദിവസത്തെ യാത്ര തന്നെ മിസ്സായി പോയല്ലോ. എന്നെ ഏറ്റവും വിഷമിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. ബസ് പോയിട്ടും ഞാൻ എത്തിയില്ലെന്ന് കണ്ടിട്ടും ഏജൻസിയിലുള്ള ഒരാൾ പോലും എന്നെ ഒരു കോൾ പോലും ചെയ്തിട്ടില്ല. അവസാനം ഞാൻ ട്രാവൽ ഏജൻസിയോട് സംസാരിച്ച്. അവർ പറഞ്ഞു നാളെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 7:30 ആയപ്പോൾ ഞാൻ വീണ്ടും റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിളിച്ച് നന്നായിട്ട് ദേഷ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നാളത്തേക്ക് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ ട്രാവൽ ഏജൻസിക്കാർ പറയുന്നത് ഫുള്ള് വിശ്വസിക്കല്ലേ. അതായത് നിങ്ങളുടെ ടിക്കറ്റ് നോക്ക്, ടിക്കറ്റിലുള്ള ടൈമും ലൊക്കേഷനും നോക്കിയിട്ട് വേണം പോകാൻ. ഞാൻ പിന്നെ അവരുടെ അടുത്തുള്ള വിശ്വാസം കൊണ്ട് അത് നോക്കിയില്ല. കാരണം ഞാൻ മുമ്പും അവരുടെ അടുത്ത് നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഒമാനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ പറഞ്ഞു തന്ന ലൊക്കേഷനും ടൈമൊക്കെ നോക്കി ചെന്നത്. ഞാൻ ടിക്കറ്റ് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെൻ്റെ ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിപ്പോയി. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. പിന്നെ എനിക്ക് ദേഷ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അവർക്ക് കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി കാണിക്കാമായിരുന്നു. ആ സമയത്ത് ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ എന്നെ ഒരു കോളെങ്കിലും അവർക്ക് ചെയ്യാമായിരുന്നു. അവരെന്നെ ഒരു കോള് പോലും ചെയ്തിട്ടില്ല കേട്ടോ. അത്ര സമയമായിട്ടും 6:30 പോയ ബസ് 7 മണിയായിട്ടും എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചുകൂടെ അവർക്ക്? അവരൊരു കോള് പോലും എന്നെ ചെയ്തില്ല. പക്ഷേ ഞാനവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ട ആ ഏജൻസിയിലെ ആൾക്കാർ അവർ ശരിക്കും പറഞ്ഞാൽ 7:30 ആയപ്പോഴാണ് പോയത്. കാരണം അവരുടെ കൂടെ വരാനുണ്ടായിരുന്ന ആരൊക്കെയോ ലേറ്റായിരുന്നു. അപ്പോൾ ഇവർ അവരെ ഫോണിൽ വിളിച്ചിട്ട് വേഗം വരാനൊക്കെ പറഞ്ഞ് അവർ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് അവർ പോയത്. അപ്പോൾ അത്ര ഉത്തരവാദിത്തം കാണിക്കുന്ന ഏജൻസികളും ഉണ്ട്. എന്താ പറയാനാ, എൻ്റെ ഏജൻസി ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്തവരായിപ്പോയി. അപ്പം അത് വളരെ മോശമാണ്. കാരണം നമ്മൾ അത്രയും പൈസയൊക്കെ കൊടുത്തിട്ടല്ലേ. അപ്പോൾ ഒന്നുകിൽ നല്ല കറക്റ്റായിട്ടുള്ള ടൈമും ലൊക്കേഷനൊക്കെ പറഞ്ഞു തരാം, അല്ലെങ്കിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിക്കുക അല്ലേ. അതൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ തെറ്റല്ലെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച് പ്ലാൻ ചെയ്ത പോലെയൊന്നും നടക്കില്ല. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ തളരരുത്. നാളെ വീണ്ടും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.